ഹലോ, നമ്മളെല്ലാവരും കാത്തിരുന്ന KSന്റെ നോട്ടിഫിക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ നോട്ടിഫിക്കേഷൻ. ഇപ്പോൾ 3 സ്ട്രീമുകളിലായിട്ടാണ് എക്സാം നടക്കുന്നത്. സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3. സ്കെയിൽ ഓഫ് പേ 77,200 to 1,40,500 ആണ്. വേക്കൻസീസ് സ്ട്രീം 1-ൽ 11 വേക്കൻസിയും സ്ട്രീം 2-ൽ 10 വേക്കൻസിയും സ്ട്രീം 3-ൽ 10 വേക്കൻസിയാണുള്ളത്. അങ്ങനെ ടോട്ടൽ 31 വേക്കൻസീസ് ആണുള്ളത്. ഇനി നമുക്ക് ഏജ് നോക്കുവാണെങ്കിൽ ഏജ് ലിമിറ്റിൽ സ്ട്രീം 1-ന് 21 to 32 വയസ്സ് വരെയും സ്ട്രീം 2-ൽ 21 മുതൽ 40 വയസ്സ് വരെ, സ്ട്രീം 3 50 വയസ്സ് പൂർത്തീകരിച്ചിട്ടുണ്ടാവരുത്. മസ്റ്റ് നോട്ട് ഹാവ് കംപ്ലീറ്റഡ് 50 years ഓഫ് ഏജ് ആസ് ഓൺ January 1, 2025. ഓക്കെ, അപ്പോൾ ഇതാണ് ഏജ് ലിമിറ്റ്. പിന്നെ ഏജ് റിലാക്സേഷൻ സാധാരണ ഉള്ള പോലെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കുക. അപ്പോൾ സ്ട്രീം 1-ൽ 11 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിൽ സിലബസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ സിലബസ് തന്നെയാണ്. അപ്പോൾ അതും നിങ്ങൾ നോക്കുക. ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്. അവിടെ പ്രിലിമിനറി പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് 1 100 മാർക്ക്, 1 മണിക്കൂർ 30 മിനിറ്റ് ടൈം. ജൂൺ 14-ാം തീയതിയാണ് പ്രിലിമിനറി എക്സാം. പേപ്പർ 2-ൽ പാർട്ട് 1 ജനറൽ സ്റ്റഡീസ് 2-ഉം പിന്നെ പാർട്ട് 2 ലാംഗ്വേജ് പ്രൊഫഷ്യൻസി, പാർട്ട് 3 ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ഇംഗ്ലീഷും. ഓക്കെ, അതും 1 മണിക്കൂർ 30 മിനിറ്റ് ആണ്. ടോട്ടൽ 100 മാർക്കാണ്. ഈ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി തന്നെ നോക്കി 50 മാർക്ക് ഉണ്ട്. 30 മാർക്ക് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ഇൻ മലയാളവും 20 മാർക്ക് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ഇൻ ഇംഗ്ലീഷും. പിന്നെ അടുത്ത മെയിൻസ് എക്സാമിനാണെങ്കിലോ പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 അങ്ങനെ 3 പേപ്പർ ആണുള്ളത്. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ്. 2 മണിക്കൂർ വീതം വെച്ചിട്ടാണ്. അതുപോലെ 100 മാർക്ക്, ഓരോ പേപ്പറും 100 മാർക്ക്. പേപ്പർ 1-ഉം പേപ്പർ 2-ഉം ഒക്ടോബർ 17-ാം തീയതിയും പേപ്പർ 3 ഒക്ടോബർ 18-നാണ് നടക്കുക. ഇന്റർവ്യൂവിന് 45 മാർക്കാണുള്ളത്. അത് ജനുവരി ടു ഫെബ്രുവരി 2026 ഇടയ്ക്കായിരിക്കും ഇന്റർവ്യൂ നടക്കുക. അപ്പോൾ ഡീറ്റെയിൽഡ് സിലബസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതും നോക്കുക. അപ്പോൾ താങ്ക് യു. അപ്പോൾ എല്ലാവരും കാര്യമായിട്ട് ഇതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.